വടകര ലിങ്ക് റോഡിൽ ബസ് പാർക്കിംഗ് തോന്നിയ പോലെ ഗതാഗത കുരുക്കൊഴിഞ്ഞ നേരമില്ല. ചോദ്യം ചെയ്താൽ ബസ് ജീവനക്കാരിൽ നിന്നുണ്ടാവുന്നത് മോശം പെരുമാറ്റവും. പേര് റോഡ് എന്നാണെങ്കിലും കാഴ്ചയിൽ ഇതൊരു അനധികൃത ബസ് സ്റ്റാൻഡിന് സമാനമാണ്. ഒരു വരിയിൽ നിർത്തിയിടാൻ മാത്രം അനുമതി കൊടുത്ത ബസ്സുകൾ ഇവിടെ 2-3 വരിയായി നിർത്തി റോഡ് കൈയടക്കുന്ന കാഴ്ചയാണ്. ബസ്സുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കാരണം മറ്റു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ തുടങ്ങുന്ന ബ്ലോക്ക് ദേശീയപാതയിൽ വരെ നീളുന്ന കാഴ്ചയാണ്. 20 ബസ്സുകൾ വരെ ഇരുനിരയായി നിർത്തുന്ന റോഡിൽ വാഹനം പോകാൻ ഇടമില്ലാത്ത സ്ഥിതിയാവുന്നു. ഇതിനിടയിൽ സ്വകാര്യ വാഹനങ്ങളും നിർത്തുന്നത് കൂടുതൽ പ്രതിസന്ധിയായിരുന്നു. ഈ സാഹചര്യത്തിൽ കുറച്ചുനാൾ മുൻപ് ട്രാഫിക് പോലീസിന്റെ റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് വിഭാഗം സ്ഥലത്തെത്തി ബസ്സുകളെ ഒറ്റനിരയിൽ മാത്രമാക്കിയിരുന്നു. ഇരുനിരയിൽ നിർത്തിയ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. എന്നാൽ അടുത്ത ദിവസം മുതൽ സ്ഥിതി വീണ്ടും പഴയതുപോലെയായി. ഇതേക്കുറിച്ച് ചോദ്യം ചെയ്താൽ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരോട് വളരെ മോശം പെരുമാറ്റമാണ് ബസ് ജീവനക്കാർക്ക്. മറ്റുള്ള യാത്രക്കാർ എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ സൗകര്യമില്ലെന്ന നിലപാടാണ് ഇവർക്ക്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കിയത് ചോദിച്ച ബൈക്ക് യാത്രികരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാക്കുന്ന സ്ഥിതിയായി. 20 മിനിറ്റോളം എല്ലാ വാഹനങ്ങളും ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. ഒന്നുകിൽ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു വരി മാത്രമാക്കി പാർക്ക് ചെയ്യുക. ഇതിനായി അധികൃതർ ഇടപെടുക. ഇതാണ് യാത്രക്കാരുടെ ആവശ്യം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.